ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ വൈറലാവും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ യുവാവ് ജീവനെടുക്കും. സെക്ച്വൽ ഇൻറ്റൻഷൻ ഇല്ലാതെ ബോഡി ടച്ച് ചെയ്യുന്നതും അല്ലാതെ ടച്ച് ചെയ്യുന്നതും എന്താണ് എന്ന് പറയുന്നത് 1 വർഷത്തെ തടവ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഫൈൻ, അതല്ലെങ്കിൽ ബോത്ത്. ഈ രണ്ടോട് കൂടി ഒരു മനുഷ്യത്വമുണ്ട് അല്ലേ? സെക്ച്വൽ ബോഡി ടച്ച് ചെയ്യുന്നതും അല്ല ടച്ച് ചെയ്യുന്നതും തിരിച്ചാണ്. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ. സ്ത്രീത്വത്തെ അപമാനിക്കൽ. എന്താണ് ഈ ഔട്ട്റേജിങ് ഓഫ് മോഡസ്റ്റി ഓഫ് വുമൺ? നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 354, ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് സെക്ഷൻ 74, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസോൾട്ടിങ് യൂസിങ് ക്രിമിനൽ ഫോഴ്സ്, ആക്ഷൻസ്, അൺവെൽക്കമിങ് ടച്ചിങ് ഓർ ഗെസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഒരാളെ അസാൾട്ട് ചെയ്യുക, ക്രിമിനൽ അല്ലെങ്കിൽ സെക്ച്വൽ ഇൻറ്റൻസോടുകൂടി ബോഡിയിൽ ടച്ച് ചെയ്യുക, അതാണ് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ ആ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റിങ്ക്ട് ഫ്രം റേപ്പിൽ നിന്ന് വ്യത്യസ്തമായി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ഈ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ മാറ്റണമെന്നും അത് സെക്ച്വൽ ഓട്ടോണമി ആയിട്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം തിരക്കുള്ള ബസ് അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബോഡി ടച്ച് ആവാതിരിക്കുക? നിങ്ങൾക്ക് നോക്കൂ, ബോംബെ പോലുള്ള നഗരത്തിൽ ആ സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അവിടെ ഒത്തിരി സ്ഥലമില്ല, എല്ലാവരുടെ ബോഡി ടച്ച് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇത്തരം കാര്യങ്ങൾ വളരെ പക്വതമായി പെരുമാറുക. ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക. എല്ലാവർക്കും ഒരു മനുഷ്യത്വം. വേറൊരു ടോപ്പിക്കുമായി ഇനിയും കഴിയും. നമസ്കാരം.